ശ്രീ ലവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി പനീർ മസാലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രീമി പനീർ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പനീർ 200 ഗ്രാം, ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഉള്ളി സവാള 1 എണ്ണം വലുത്, ടൊമാറ്റോ 2 എണ്ണം, കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, കരയാമ്പൂ 2 എണ്ണം, പട്ട 1 സ്മോൾ സൈസ്, ഏലക്കായ 1 എണ്ണം, പച്ചമുളക് 1 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കാശ്മീരി മിർച്ചി പൗഡർ 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, അതായത് ഫെനൽ സീഡ്സ് പെരുംജീരകം, പിന്നെ കൊറിയൻഡർ പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ക്രീം 2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് വെള്ളം. ആദ്യമായി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇടാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് ഇടാം. കണ്ടോ, ഇത്ര മതി. നന്നായി ബ്രൗൺ കളർ ആവണ്ട. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. സെയിം ചീഞ്ചട്ടിയിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിക്കുക. അതിലേക്ക് നമുക്ക് 2 കരയാമ്പൂ, പട്ട 1 ചെറിയ കഷ്ണം, ഏലക്ക 1 എണ്ണം ഇട്ട് വഴറ്റുക. പിന്നെ 1 വലിയ പച്ചമുളകും. വലിയതാണെങ്കിൽ നിങ്ങൾ ഹാഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അദ്രക് ലസൻ്റെ പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് നന്നായിട്ട് ഇടുക, വഴറ്റുക. വഴന്നിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ നമുക്ക് അരച്ച് വെച്ചത് ഇടാം. ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് നമുക്ക് അത്യാവശ്യത്തിന്. മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കേട്ടോ. നേരത്തെ ജീരകം ചേർത്തത് കേട്ടോ 1/2 ടീസ്പൂണായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയുടെ 1/2 ടീസ്പൂണും അതെല്ലാം കൊറിയൻഡർ പൗഡറും കുറച്ച് എല്ലാതും 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി അതും കുറച്ച് 1/2 ടീസ്പൂണോളം വേണ്ട, കുറച്ച് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. അരപ്പിൻ്റെ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട, അപ്പോൾ ക്രീമി ആവില്ല. നമുക്ക് പനീർ ഇടാം. ഞാൻ വേറൊരു പനീർ കറി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യണേ. ഇത് നമ്മൾ വറക്കാതെ നമ്മൾ ഇടുന്നതാണ്. ഇതധികം വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ബോയിൽ ചെയ്യാൽ മതി. അടച്ചു വെച്ച് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് വേവിക്കാം. അധികം ഇളക്കരുത് കേട്ടോ, കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കുക. ക്രീം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ഇല്ലെങ്കിൽ പാലുണ്ടല്ലോ, പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മലായി ഉണ്ടല്ലോ, അതിന് പാട, അത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്താൽ മതി മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ക്രീം കിട്ടും, നല്ല ക്രീം കിട്ടും അതിൽ നിന്ന് കേട്ടോ. അത് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റൊട്ടിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം ഈ പനീർ കറി കേട്ടോ. അപ്പോൾ ക്രീമി പനീർ മസാല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട്. ബൈ.